ഇനി നമുക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട്ടത്തിലെ വിവാദ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാൻ ഉത്തരവായിരിക്കുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റേതാണ് ഈ ഉത്തരവ്. പ്ലാന്റിന്റെ പ്രവർത്തനത്തെ തുടർന്ന് അതിരൂക്ഷമായ മലിനീകരണം നേരിടുന്നുവെന്ന പരാതിയുമായി കാലങ്ങളായിട്ട് നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ നമ്മളുമായി ചേരുകയാണ്. അനീഷ്, കോഴിക്കോട് ജില്ലയിൽ ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം കാലങ്ങളായി നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അടച്ചുപൂട്ടാനുള്ള ഒരു തീരുമാനത്തിലോട്ടും എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് അനീഷ് ഇതിനെ തുടർന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ താമരശ്ശേരി മേഖലയിലെ ജനങ്ങളുടെ ഒരു സ്വൈര ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ആരോപണം ഉയർന്ന സ്ഥാപനമായിരുന്നു ഫ്രഷ് കട്ട് ഓർഗാനിക് എന്ന സ്ഥാപനം. കോഴിക്കോട് ജില്ലയിലെ ഇറച്ചി മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് ഈ കോഴിയിറച്ചിയുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഏക കേന്ദ്രമായിരുന്നു. അത്തരത്തിൽ നൂറുകണക്കിന് ടൺ മാലിന്യമാണ് ഇത്തരത്തിൽ പല സ്ഥാപനങ്ങളിൽ നിന്ന്, പല ഇറച്ചിക്കടകളിൽ നിന്നായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇതേ തുടർന്ന് ജനങ്ങളുടെ ഒരു സാധാരണ ജീവിതം തടസ്സപ്പെട്ട നിലയിലാണ് എന്ന ആരോപണം വളരെ നാളുകളായി തന്നെ ഉയരുന്നുണ്ട്. രൂക്ഷമായ ഗന്ധമാണ്. പ്രത്യേകിച്ചും ഈ കോഴി മാലിന്യം ചൂടാക്കിയ ശേഷമാണ് ഒരു പ്രത്യേക സംസ്കരണ പ്രക്രിയയിലൂടെയാണ് ഇത് മാലിന്യം വളമാക്കി മാറ്റുന്നത്. അത്തരം ഈ സംസ്കരണം നടക്കുന്ന, അതായത് അവിടുത്തെ ഒരു കുക്കിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. ഇത് നടക്കുന്ന സമയത്ത് രൂക്ഷമായ ഗന്ധം അന്തരീക്ഷത്തിലേക്ക് വരികയും ആളുകൾ പലരും രോഗബാധിതരാവുകയും ചെയ്യുന്നു എന്നൊക്കെയുള്ള ആരോപണം ഉയരുകയും ചെയ്തു. ഇതേ തുടർന്ന് നേരത്തെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഫ്രഷ് കട്ടിലേക്ക് നാട്ടുകാർ നടത്തിയ മാർച്ച് വലിയ തോതിൽ അക്രമാസക്തമാവുകയും ഫാക്ടറിക്ക് തീയിടുകയും ഫാക്ടറിയിലെ യന്ത്ര സംവിധാനങ്ങളൊക്കെ തകരാറിലാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഫാക്ടറിയുടെ പ്രവർത്തനം കുറച്ചു നാളത്തേക്ക് നിലച്ചെങ്കിലും പിന്നീട് കോടതിയുടെ ഉത്തരവടക്കം ലഭിച്ചതോടുകൂടി ഇവർ പ്രവർത്തനം പുനരാരംഭിക്കുകയായിരുന്നു. ഒരുപാട് നാട്ടുകാർക്കെതിരെ അതീവ ഗുരുതരമായ വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു. അന്നും ഈ സമരത്തിന് മുൻപന്തിയിൽ നിന്നതാണ് ഈ മുസ്ലിം ലീഗിന്റെയും മറ്റുമൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ. അന്ന് തന്നെ നാട്ടുകാർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു. UDF സർക്കാർ അധികാരത്തിലേറിയാൽ ഫ്രഷ് കട്ട് പൂട്ടും എന്ന രീതിയിൽ തന്നെ. എന്തായാലും അത് പാലിച്ചിരിക്കുന്നു എന്നാണ് PK ഫിറോസ് MLA അടക്കമുള്ളവർ ഇന്നലെ തങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയും മറ്റും പറഞ്ഞിരിക്കുന്നത്. അതിരൂക്ഷമായ മലിനീകരണം കമ്പനി വരുത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോഴിക്കോട് ജില്ലയിൽ വലിയ കാലവർഷക്കെടുതി ഉണ്ടാവുകയും ഈ ഫ്രഷ് കട്ടിന് സമീപത്തിലുള്ള പുഴയിലൂടെ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ഈ അറവുശാല മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന കേന്ദ്രത്തിൽ നിന്നുള്ള മലിനജലം ഈ പുഴയിലേക്ക് ഒഴുകുകയും അത് വലിയ രീതിയിൽ മലിനീകരണത്തിന് കാരണമാക്കുകയും ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം കൃത്യമായ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഉടമകൾ ഈ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. നേരത്തെയും പലവട്ടം ഇത്തരം വിവിധ ഏജൻസികൾ പ്രവർത്തനം വിലക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിയപ്പോഴും കോടതി ഉത്തരവിന്റെ പിൻബലത്തിലാണ് അന്നും അവർ പ്രവർത്തിച്ചത്. എന്തായാലും ഈ പുതിയ നീക്കത്തെ എങ്ങനെ കമ്പനി നേരിടുന്നു നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ശരി, MS അനീഷ് കുമാറാണ് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.